അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെക്കുറിച്ച് എന്താണ് നാം മനസ്സിലാക്കുന്നത്? ഇന്ന് പകൽ ദൈവം വളരെ വ്യക്തമായി നമ്മോട് ഇടപെടുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാക്കു മാറാത്ത ദൈവമാണ്. വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 75-ാമത്തെ വയസ്സിലാണ് ദൈവം പ്രാരംഭമായി അബ്രഹാമിനോട് സംസാരിക്കുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണെന്നറിയാമോ? അബ്രഹാമിൻ്റെ വാർദ്ധക്യ കാലത്ത് അബ്രഹാമിന് ഒരു കുഞ്ഞില്ലാതിരുന്ന സ്ഥാനത്ത്, ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുവാൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം അബ്രഹാമിനോട് ഒരു അസാധാരണമായ ദൂത് പറഞ്ഞു. വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞു പോലും ലഭിക്കാൻ സാധ്യതയില്ല. എന്നാൽ ദൈവം പറഞ്ഞത് ഞാനൊരു കുഞ്ഞിനെ തരുമെന്നല്ല. ദൈവം പറഞ്ഞത് നീ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തിലേക്ക് നോക്ക്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണ്. ഞാൻ നിനക്ക് സന്തതിയെ തരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അസാധാരണമായ ആലോചനയാണ് ദൈവം അബ്രഹാമിന് നൽകിയത്. ഇന്ന് പകൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നോട് അസാധാരണമായ ദൂതുകൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം വ്യക്തമായി ഇടപെടുകയാണ്. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. നീണ്ട 24 വർഷങ്ങൾ കടന്നുപോയി. ദൈവം പറഞ്ഞതുപോലെ ഒന്നും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മാനുഷികമായി ഒരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ദൈവം എന്നെ മറന്നു കളഞ്ഞുവോ? പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് 100 വയസ്സാകുന്നു. ദൈവം പറയുകയാണ്, ഞാനൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൂത് നിവർത്തിക്കുവാൻ നിന്റെ വാർദ്ധക്യം എനിക്ക് തടസ്സമല്ല, നിന്റെ പ്രായം എനിക്ക് തടസ്സമല്ല. ഞാൻ ആരംഭത്തിങ്കൽ തന്നെ അവസാനം കാണുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, 99-ാമത്തെ വയസ്സിലും ദൈവത്തിന് ദൂതുണ്ട്. ഞാൻ അന്ന് നിന്നോട് പറഞ്ഞത്, ഞാൻ വെറുതെ ഒരു വാക്കു പറയില്ല. ഞാൻ അവസാനം കാണുന്ന ദൈവമാണ്. ഞാൻ വാഗ്ദത്തത്തിന് അവധി വയ്ക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. എത്ര ശക്തമായ ദൂതാണ് ദൈവം തൻ്റെ ഭക്തനോട് പറഞ്ഞത്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം പറയുകയാണ്, നീ ഭാരപ്പെടണ്ട. ഈ വാർദ്ധക്യത്തിലും എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. നിന്റെ സാഹചര്യം എത്ര മോശമാണെങ്കിലും, നീ എത്രത്തോളം വരണ്ടിരുന്നാലും എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവം അബ്രഹാമിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൂത് പറഞ്ഞ ദൈവം വാഗ്ദത്തം നിവർത്തിച്ചിരിക്കും. ദൈവത്തിന് നമ്മോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കുന്നു? ഒരു ശിശുവിൻ്റെ ഹൃദയം പോലെ ഒരു നിഷ്കളങ്കത ഇന്ന് പകൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയമാണ് പ്രശ്നം. അത് കപടം നിറഞ്ഞതാണ്. സകല അഴുക്കും അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടെ ഹൃദയം. ദൈവം നമ്മോട് പറയുന്നു, നീ നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സമയത്ത് താമസിച്ചിട്ടില്ല. ഞാൻ സമയത്ത് തന്നെ നിന്നോട് പറഞ്ഞ വാക്ക് നിവർത്തിക്കും. ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ നീ ആയിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത പുറത്തു വരട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വചനമേറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.